ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അൺബോക്സിംഗ് ബൈ ഷെറിൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പാക്കേജ് കാണുമ്പോഴേ എല്ലാവർക്കും മനസ്സിലാക്കണം ഫ്ലിപ്കാർട്ടിൽ നിന്നുള്ളൊരു പ്രോഡക്റ്റാണ്. കാണുമ്പോഴേ മനസ്സിലാക്കണം നമുക്കൊരു കുഞ്ഞ് സൈസിലെ പ്രോഡക്റ്റാണ്. അപ്പം നമുക്ക് ലാഗില്ല, നേരെ അൺബോക്സിങ്ങിലേക്ക് കടക്കാം. അപ്പം നമ്മുടെ നൈഫ്, നമ്മുടെ ചാനലിൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 6:30ക്കാണ് വീഡിയോസ് അപ്ലോഡ് ആകുന്നത്. മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ചാനലിൽ വാങ്ങുന്ന പ്രോഡക്റ്റുകളുടെ ലിങ്ക് അതത് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ഞാൻ വാങ്ങുന്ന പ്രോഡക്റ്റുകളുടെ ഫോട്ടോസ്, സൈറ്റിൽ കിടക്കുന്ന ഫോട്ടോസും ഞാൻ വാങ്ങിക്കഴിഞ്ഞിട്ടുള്ള പ്രോഡക്റ്റിൻ്റെ ഫോട്ടോസും വീഡിയോയുടെ എൻഡിൽ കൊടുക്കുന്നതായിരിക്കും. വാങ്ങാൻ താല്പര്യമുള്ളവർ ആ ഫോട്ടോസൂടെ ഒന്ന് കണ്ടിട്ട് വാങ്ങാൽ മതി. ഇതെന്ന് പറഞ്ഞാൽ പാക്കേജ് ഇപ്പം കണ്ടപ്പോഴേ എല്ലാവർക്കും മനസ്സിലാക്കണം എന്താ പ്രോഡക്റ്റ് എന്ന്. ഇത് നോവേ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ NHT 1058 എന്ന് പറഞ്ഞ മോഡലിലുള്ള ഒരു ട്രിമ്മറാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ ഫ്രണ്ടിന് വേണ്ടി വാങ്ങിച്ചതാണ്. അപ്പോൾ അൺബോക്സ് ചെയ്യാനായിട്ട് ഞാൻ വാങ്ങിക്കുന്നേ ഉള്ളൂ. അതിൻ്റെ കൂടുതൽ സ്പെസിഫിക്കേഷൻ സെൽഫ് ഷാർപ്പനിങ് ബ്ലേഡ് ആണ്, വാട്ടർ പ്രൂഫ് IPX7 റേറ്റിംഗ് ഉണ്ട്, ചാർജിങ് ടൈം 2 hours ആണ്, 0.05 mm to 20 mm വരെ നമുക്ക് അതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ട്രാവൽ ലോക്ക് അവൈലബിൾ ആണ്, ക്വിക്ക് ചാർജിങ്ങും അവൈലബിൾ ആണ്. ഇവിടെ അതിൻ്റെ മാക്സിമം പ്രിസിഷൻ, മിനിമം എഫോർട്ട്, അഡ്വാൻസ് കോണ്ടിന് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കുറേ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പാക്കേജ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ടുള്ളതാണ്, കാരണം ഇവിടെ ഫ്ലിപ്കാർട്ട് പ്ലസിൻ്റെ ആണെന്ന് തോന്നുന്നു ഒരു ലോഗോടെ കൊടുത്തിട്ടുണ്ട്. അത് ഈ അറ്റത്തും രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ സൂക്ഷിച്ച് നോക്കി കാണാൻ, വീഡിയോക്കകത്ത് കാണാൻ പറ്റുന്നില്ല. പിന്നെ സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് ഡയൽ ഫോർ ഡിസ്റ്റൻസ്, ഇത് നമുക്കിങ്ങനെ ഇത് തിരിക്കുന്നതനുസരിച്ച് സൈസ് അഡ്ജസ്റ്റ് ആകുന്നതാണ്. ഓൺ ഓഫ് ബട്ടൺ, 3 LED ലൈറ്റ്സ് ഉണ്ട്. എൻ്റെ ചാർജിങ് മനസ്സിലാകാനായിട്ട് പ്ലഗ് ഇൻ ചെയ്തതും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പാക്കേജിൻ്റെ അകത്ത് എന്തൊക്കെ വരുന്നുണ്ട്, അഡ്ജസ്റ്റബിൾ കോംബോ, ക്ലീനിങ് ബ്രഷ്, USB കോഡ്. പിന്നെ ബാക്ക് സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, എത്ര mm ആണെന്നുള്ളതും, അൾട്രാ ഹെഡ് എന്നൊക്കെ കൊടുത്ത് 40 ലോക്ക് ഇൻ ലെങ്ത്, ഇലക്ട്രോണിക് പുഷ്, ലിഥിയം അയോൺ ബാറ്ററിയാണ് യൂസ് ചെയ്തേക്കുന്നത്, 800 mAh. പിന്നെ 2 വർഷം വാറണ്ടി പറയുന്നുണ്ട്. DC 5 വോൾട്ടിൻ്റെയാണ്, USB വരുന്നത് 2 watts. പിന്നെ അടുത്ത സൈഡിലേക്ക് വരുമ്പോഴത്തേന് വയർലെസ് ആയിട്ട് നമുക്ക് 2 മണിക്കൂർ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യാവുന്നതാണ്. വയർ വെച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് എൻ്റെ അർത്ഥം. അതേപോലെ തന്നെ ഇവിടെ വരുമ്പോഴത്തേക്കും ബ്രാൻഡ് വരുമ്പോൾ നോവ. മോഡൽ നമ്പർ ഇതാണ്. വാങ്ങാൻ താല്പര്യമുള്ള ഇതൊന്ന് പോസ്റ്റ് ചെയ്ത് വെച്ച് വാങ്ങാം. മോഡൽ നമ്പർ എന്ന് പറഞ്ഞാൽ NHT 1058 വാട്ടർ പ്രൂഫ്. കളർ വന്നിട്ട് ഗ്രേ ആണ്. ഇതിൻ്റെ അകത്ത് MRP കൊടുത്തേക്കുന്നത് 2295 ആണ്. നമുക്കൊരു ഹാഫ് പോലും ആയിട്ടില്ല നമ്മൾ ഈ പ്രൊഡക്റ്റ് വാങ്ങിയപ്പോൾ. ആസ് യൂഷ്വൽ മെയ്ഡ് ഇൻ ചൈന തന്നെയാണ് ഇതും. അപ്പോൾ നമുക്ക് ബോക്സും കൂടെ ഒന്ന് ഓപ്പൺ ആക്കാം. ഇതാരോ ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, കാരണം ഇവിടെയും ഓപ്പൺ ആയിട്ടുണ്ട്, ഇവിടെയും ചെയ്തിട്ടുണ്ട്, ഇവിടെയൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് ഇത് റിട്ടേൺ ആയിട്ട് വന്നതായിരിക്കാനാണ് ചാൻസ്. ഫസ്റ്റ് ഇവിടെ കൈൻഡ്ലി ചാർജ് ഇറ്റ് ഫോർ 8 hours ഇനിഷ്യൽ യൂസ് എന്ന്. ഫസ്റ്റ് ടൈം ചാർജ് ചെയ്യുമ്പോൾ 8 മണിക്കൂർ ചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്യാമെന്നാണെന്ന് തോന്നുന്നു. ഇവിടെ ഓപ്പൺ ആക്കാം. ഇതാണ് പാക്കേജിൻ്റെ അകത്ത് തന്നെ. ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. പിന്നെ ഓപ്പൺ ആക്കി നോക്കുമ്പോൾ ഇതൊരു ഇൻസ്ട്രക്ഷൻ മാനുവലാണ്. പ്രത്യേകിച്ച് എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ഇതൊന്നും ആരും വായിക്കത്തൊന്നുമില്ല, ഞാൻ വായിക്കാറില്ല. പിന്നെ ഒരു സാധാ ഒരു അത്യാവശ്യം പ്രീമിയം എന്നൊന്നും പറയാൻ പറ്റാത്ത രീതിയിൽ ഒരു സാധാ ഒരു പാക്കിങ്, ജസ്റ്റ് ഒരു പേപ്പർ പാക്കേജിങ് തന്നെയാണ്. ഇതെങ്ങനെയൊക്കെ ഓപ്പൺ ആക്കാമെന്നുള്ളത്, ഇങ്ങനെ വെക്കാനായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് വരുന്നത് നമ്മുടെ ഒരു ചാർജിങ് കേബിളാണ് വരുന്നത്. ഇത് നമ്മുടെ സാധാ USB-യുടെ ഒക്കെ പോലത്തെ ടൈപ്പ് കേബിളും, മറ്റേത് ഇതൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു ടൈപ്പ് 2 ഹോൾ വരുന്ന ടൈപ്പിലെ ചാർജറുമാണ് വരുന്നത്. അത്യാവശ്യം ലെങ്തുള്ള കേബിൾ തന്നെയാണെന്ന് തോന്നുന്നു നമുക്ക് കണ്ടിട്ട്. യെസ്, അത്യാവശ്യം ലെങ്തുള്ള കേബിൾ തന്നെയാണ് ഇത്. പിന്നെ ആസ് യൂഷ്വൽ എല്ലാ ഡ്രിമ്മറിൻ്റെ അകത്ത് വരുന്ന തൊട്ട് തന്നെ
ഇത് ക്ലീനിങ് ബ്രഷ്. പിന്നെ ഇത് ഈ പാക്കേജ് എല്ലാ ട്രിമ്മറിലും വരുന്നതാണ് ഈ സാധനം. ഇത് ഓരോ ടൈപ്പിലെ ഓയിലാണ്. കാരണം നമ്മുടെ ട്രിമ്മറിൻ്റെ ആ ബ്ലേഡ് എന്തെങ്കിലും ലോക്കോ ആവുകയാണ് ലൂബ്രിക്കൻ്റ് പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓയിലുമാണ് ഇതിൻ്റെ അകത്ത് വന്നേക്കുന്നത്. അതൊരു പാക്കേജിൻ്റെ അകത്താണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത് വന്നേക്കുന്ന ഒരു കോമ്പാണ്. ഇതൊക്കെ എത്ര പേര് യൂസ് ചെയ്യുമെന്നറിയത്തില്ല കോമ്പൊക്കെ. പിന്നെ നമ്മുടെ ട്രിമ്മർ, ഇതിലും ഒരു കോമ്പ് വന്നിട്ടുണ്ട്. അങ്ങനെ 2 കോമ്പാണ് ഇതിന് വരുന്നത്. എല്ലാ ടൈപ്പിലുള്ള ട്രിമ്മറിലും വരുന്ന പോലെ ഒരു വലുതും ഒരു ചെറുതും. അതേപോലെ ഈ കോമ്പ് വരുന്നത് അത്യാവശ്യം ലോ ക്വാളിറ്റിയാണ്. ക്വാളിറ്റി തീരെ ഇവിടെ ഇച്ചിരി കട്ടിയുണ്ട്. ഇവിടെ നോക്കിയാൽ കാണാം ബെൻഡ് ആകുന്നുണ്ട്. ഇനി അതിൻ്റെ അകത്ത് കയറ്റിയിടുമ്പോൾ ഫ്ലെക്സിബിളായിട്ട് കെയർ ആയിരിക്കാൻ വേണ്ടിയിട്ട് അവർ ക്വാളിറ്റി ഇങ്ങനെ ചെയ്താണോ എന്നറിയില്ല. അപ്പം ഇതാണ് നമ്മുടെ ഡ്രിമ്മർ വരുന്നത്. അത്യാവശ്യം എല്ലാ ഡ്രിമ്മറുകളും വരുന്ന പോലെ തന്നെ അത്യാവശ്യം സെയിം ആയിട്ടൊരു ഡിസൈൻ പാറ്റേൺ. ഇവിടെ ബ്രാൻഡിങ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഓപ്പൺ നമുക്ക് ട്രിമ്മറിൻ്റെ ഈ ബ്ലേഡ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആസ് യൂഷ്വൽ എല്ലാ ട്രിമ്മറുകളിലും കാണുന്ന പോലെ തന്നെ ഒരു സെറ്റപ്പാണ് ഇതിൻ്റെ അകത്ത് വന്നേക്കുന്നത്. ഈ ബ്ലേഡിനാണേലും അത്യാവശ്യം ലോ ക്വാളിറ്റിയാണ് ഫീൽ ചെയ്യുന്നത്. ഇതിങ്ങനെ മൂവ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഹെയറൊക്കെ കട്ടാകുന്നത്, ട്രിമ്മാകുന്നത്. ക്ലീനിങ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ നമുക്ക് ഡിറ്റാച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ പുതിയ ട്രിമ്മറുകളിലെല്ലാം വരുന്നത്. ഈസിയാണ്. നമുക്ക് ഇത് ഇവിടെ ആയിട്ടൊരു പോയിൻ്റ് കാണാം. ഈ പോയിൻറ്റിൻ്റെ അവിടോട്ട് ഈ എൻഡ് വെക്കുക. അങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഓക്കെ, ഇത്രേ ഉള്ളൂ. അതേപോലെ തന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ പവർ ബട്ടണുണ്ട്. ഇതാണ് നമ്മുടെ സൈസിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. കോമ്പ് നമുക്ക് ഇതിൻ്റെ അകത്ത് കയറ്റിടാനായിട്ട് ഇവിടെ 2 ഹോളുണ്ട്. ആ ഹോളിലേക്ക് ഇത് ഇറക്കി വെച്ചാൽ മതി. ജസ്റ്റ് അതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ കയറ്റി പുഷ് ചെയ്താൽ മതി. ലോക്കായി. നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് ഫ്രണ്ട് വശം മുന്നോട്ട് നീങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത് സൈസ് എന്ന് പറഞ്ഞാൽ 0.5 mm മുതൽ നമുക്ക് 20 mm വരെയാണ് ഇതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും 20 mm. നമുക്ക് ഇഷ്ടമുള്ള സൈസ് അനുസരിച്ച് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് ട്രിം ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഫസ്റ്റ് ടൈം ഇത് ഓണാക്കി നോക്കാൻ പോകുന്നത്. ചാർജ് ഇല്ല, കുത്തി നോക്കണമെന്ന് പറഞ്ഞായിരുന്നു. നമുക്കിതൊന്ന് ഓണാക്കി നോക്കാം. വർക്കിംഗ് ആണ്. ശബ്ദം കേൾക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അതേപോലെ തന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ 3 LED ലൈറ്റ്സ് ആണ്. ഇത് പാക്കേജ് പറഞ്ഞ പോലെ തന്നെ ചാർജിന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓരോന്ന് തീരുന്നതനുസരിച്ച് ഓരോ ലൈറ്റ് ഓഫ് ആയിക്കൊണ്ടിരിക്കും. ഇവിടെയാണ് നമ്മുടെ ചാർജിങ് വരുന്നത്. നമുക്ക് എല്ലായിടത്തും സ്യൂട്ടബിൾ ആയിട്ടുള്ള പോലത്തെ അല്ല. ഇതൊരു പ്രത്യേക ടൈപ്പിലെ കേബിളാണ് ഇതിന് വന്നേക്കുന്നത്. സാധാ ടൈപ്പിലൊന്നും വന്നില്ല. ഇതൊരു പ്രത്യേക ടൈപ്പിലെ ചാർജിങ് ആണ് ഇതിന് ഒരു വെച്ചേക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസുകൾ ഇവിടെ മോഡൽ നമ്പറും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ പ്രോഡക്റ്റ്. നമ്മുടെ ചാനലിൽ കമൻസ് വരുന്നത് വളരെ കുറവാണ്. മാക്സിമം ഞാൻ റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്ന അത്രയും പെട്ടെന്ന് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കമൻറ്റ് ഞാൻ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനാണ് അതും നിങ്ങളുടെ കമൻറ്റായിട്ട് ചെയ്യേണ്ടതാണ്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരം 6:30 കാണാം. അതുവരേക്കും താങ്ക് യു.